ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLP സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചനയും മുകുന്ദനും രമ്യയും കൂടി സംസാരിക്കുകയാണ്. അർച്ചന മുകുന്ദനെയും രമ്യയെയും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇനി മുകുന്ദനെ അറസ്റ്റ് ചെയ്യിച്ചാലും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി നമുക്ക് ജാമ്യം എടുക്കാം. എന്തായാലും അച്ചു തയ്യാറാവണം, ഏത് സമയത്തും അച്ചു ഇങ്ങോട്ടേക്ക് വരാം. നമ്മളെന്തായാലും അവനെ ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരിക്കണം. അവൻ ഇങ്ങോട്ടേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്, അത് ഞാൻ അപ്പം പറയാമെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ അവരുടെ റൂമിൽ നിന്നും പോവുകയാണ്. ഇതെല്ലാം കേട്ടു നിൽക്കുന്ന രുക്കു മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ ഇതാണല്ലേ ചേച്ചിയുടെ പ്ലാൻ എന്ന് പറഞ്ഞ് നേരെ റൂമിലേക്ക് പോവുകയാണ്. വേഗം തന്നെ ഫോൺ എടുത്ത് അച്ചുവിനെ വിളിക്കുന്നുണ്ട്. അച്ചു ആണെങ്കിൽ നല്ല തിരക്കിലാണ്. എന്നിട്ടും രുക്കുവിന്റെ ഫോൺ എടുക്കുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ചു നീ തിരക്കിലാണോ? നിനക്ക് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ തരാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. നീ നെല്ലിമറ്റം ഫിനാൻസ് കേസിലെ ആ തട്ടിപ്പിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രതി ഇവിടെ അമ്പാട്ട് വീട്ടിലുണ്ട്. മുകുന്ദൻ ഇവിടെയുണ്ട്. ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും ഒളിവിൽ മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. അതറിഞ്ഞിട്ടാണ് ഞാനിപ്പോ നിന്നെ വിളിച്ചത് എന്ന് രുക്കു പറയുമ്പോൾ അച്ചു ചോദിക്കുന്നുണ്ട്, മണത്തറിയാൻ നീ ആരാ? പോലീസ് നായയാണോ? പണി ഞാൻ നിന്നെ ഏൽപ്പിച്ചില്ലല്ലോ എന്ന് അച്ചു അങ്ങനെ പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, അച്ചു ഞാൻ നിന്നെ സഹായിക്കാനാണ് ഇപ്പൊ വിളിച്ചത്. എത്രയും പെട്ടെന്ന് വന്ന് അയാളെ അറസ്റ്റ് ചെയ്യേ. അയാളെ അറസ്റ്റ് ചെയ്യാൻ എനിക്കൊരു തിടക്കവുമില്ല. പക്ഷേ ഞാൻ ഇപ്പൊ നിന്നെ വിളിച്ചത് പറയാൻ കാരണം, സ്വന്തം ചേട്ടനാണെന്ന് കരുതി നീ മുകുന്ദേട്ടനെ പിടിക്കാതിരുന്നാൽ അത് നിനക്ക് തന്നെയാണ് ദോഷം. നിന്റെ ജോലിയാണ് അത് ബാധിക്കുന്നത്. നിന്റെ മേലുദ്യോഗസ്ഥർ നിന്നെ ചോദ്യം ചെയ്യും. നിന്റെ തൊപ്പി തെറിക്കാൻ വേറെ എന്തെങ്കിലും കാരണം വേണോ? കുട്ടിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ആ മുകുന്ദനെ അറസ്റ്റ് ചെയ്യേ. എന്റെ ഭർത്താവിന്റെ ജോലി പോകാതെ നോക്കേണ്ടത് എന്റെ കടമയാണ്. അതാണ് ഞാൻ ചെയ്തത്. നീ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് രുക്കു അങ്ങനെ പറയുമ്പോ അച്ചു പറയുന്നുണ്ട്, ഭാര്യയുടെ കടമ നീ പറയരുത്. അത് പറഞ്ഞാൽ കൂടിപ്പോവും. എന്റെ ജോലിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ വെച്ചിട്ട് പോടിയെന്ന് പറഞ്ഞ് അച്ചു അങ്ങനെ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യാണ്. രുക്കു ആണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ അനുഭവിക്കട്ടെ. എന്തായാലും അച്ചു മുകുന്ദനെ അറസ്റ്റ് ചെയ്യില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലെന്ന് പറഞ്ഞ് രുക്കു അപ്പൊ തന്നെ ചന്ദ്രയെ ഫോണിൽ വിളിക്കുകയാണ്. ചന്ദ്ര വേഗം ഫോൺ എടുത്തുകൊണ്ട്, രുക്കു അവിടുത്തെ കാര്യങ്ങൾ എന്തായി? എന്തെങ്കിലും നടക്കുവോ? നമുക്ക് പ്രതീക്ഷിക്കാൻ വല്ല വകയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, നടക്കുമെന്ന് തോന്നുന്നില്ല ചേച്ചി. ഞാനാകെ നിരാശപ്പെട്ടിരിക്കുകയാണ്. ചൂന് ആ മുകുന്ദനെ അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല. അവൻ പേടിച്ച് ആ പോലീസ് സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്. നമ്മളെന്തായാലും വേറെന്തെങ്കിലും വഴി നോക്കേണ്ടി വരും. അതിനുവേണ്ടിയാണ് ഞാനിപ്പോ വിളിച്ചത്. തന്നെ മുകുന്ദനെ അറസ്റ്റ് ചെയ്യാനുള്ള വഴി ചേച്ചി ഏട്ടനോട് നോക്കാൻ പറ എന്നെല്ലാം രുക്കു പറഞ്ഞ് അർച്ചനയും മുകുന്ദനും തമ്മിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം രുക്കു അങ്ങനെ ചന്ദ്രയെ അറിയിക്കുകയാണ്. എല്ലാം കേട്ട് ചന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും ഇക്കാര്യത്തിൽ അർച്ചന മനസ്സിൽ വിചാരിക്കുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല. കോടതി എന്തായാലും അവന്റെ ജാമ്യ ഹർജി തള്ളിയതാണല്ലോ. മുകുന്ദൻ എന്തായാലും ഇപ്പൊ അവിടെ തന്നെ ഉണ്ടല്ലോ. അതേതായാലും നല്ല കാര്യമാണ്. ധൈര്യമായിട്ടിരിക്കൂ രുക്കു. ഇന്ന് തന്നെ മുകുന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കും. എന്തായാലും ഇത് കോടതിയിലെത്തിയാൽ അച്ഛന് നോക്കുകൂത്തിയായിട്ട് ഇരിക്കുകയുള്ളൂ. നീ എന്തായാലും സമാധാനമായിട്ടിരിക്കേ. നിന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ നടക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം വിജയ് ശങ്കർ ആണെങ്കിൽ മുകുന്ദനെ എപ്പോ അറസ്റ്റ് ചെയ്യും അതിന്റെ കാര്യത്തിൽ അങ്ങനെ ടെൻഷനോടെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നത്. ചന്ദ്ര അത് കണ്ട് അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, വിജയേട്ടൻ എന്താണ് ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്? ഇനിയിപ്പോ അർച്ചനയെ കുറിച്ചായിരിക്കോ എന്ന് ചിന്തിച്ചുകൊണ്ട് അടുത്തേക്ക് പോയി ചന്ദ്ര ചോദിക്കുന്നുണ്ട്, വിജയേട്ടൻ അമ്പാട്ടിലെ മുകുന്ദന്റെ അറസ്റ്റിനെ പറ്റിയാണോ ആലോചിക്കുന്നത്? എനിക്കും അത് ആലോചിച്ചിട്ടാണ് ആകെ ടെൻഷൻ എന്നങ്ങനെ ചന്ദ്ര വിജയ് ശങ്കറിനോട് പറയാണ്. അപ്പോഴാണ് അതും കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ആര്യ വരുന്നത്. ആര്യ പിന്നീട് അവര് സംസാരിക്കുന്നതെല്ലാം നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ചന്ദ്ര അങ്ങനെ പറയുന്നുണ്ട്, വിജയേട്ട ഇന്ന് തന്നെ മുകുന്ദനെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം. ഇതിനുവേണ്ടി വിജയേട്ടൻ തന്നെ ഒന്ന് മനസ്സ് വെക്കണം. ചുവിന് മുകുന്ദനെ അറസ്റ്റ് ചെയ്യാൻ മടിയുണ്ടെന്ന് രുക്കുപ്പ് എന്നെ വിളിച്ചു പറഞ്ഞു. എന്റെ കയ്യും കാലും വിറക്കുകയാണെന്നാണ് രുക്കു പറഞ്ഞത്. വിജയേട്ടൻ എന്തായാലും ACPയെ വിളിച്ച് ഒന്ന് കാര്യം അവതരിപ്പിക്കേ. അറസ്റ്റ് എന്തായാലും ഉണ്ടാവുമെന്ന് അർച്ചനയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്നാലും അവൾ മുകുന്ദനെ ജാമ്യമെടുക്കാനുള്ള വഴികൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടൻ എന്തായാലും ACPയെ വിളിച്ച് ഒന്നുകൂടി പ്രഷർ ചെയ്യെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട് വിജയ് ശങ്കറിന് ദേഷ്യം വരുന്നുണ്ട്. നീ ഒന്നും മിണ്ടാതിരിക്ക് ചന്ദ്രയെ. അറസ്റ്റ് ചെയ്യുന്നതിന് അതിൻ്റെതായ നടപടികളുണ്ട്. ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയെല്ലാം വരേണ്ടതുപോലെ വരുമെന്ന് പറഞ്ഞ് വിജയ് ശങ്കർ അവിടെ നിന്നും പോവുകയാണ്. ചന്ദ്രയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആര്യ വരുന്നത്. ആര്യ എന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? അച്ഛനെ കൊണ്ട് അമ്മ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അച്ഛൻ നമ്മളോടൊന്ന് പറയുന്നതും മറ്റൊന്നാണ് ചെയ്യുന്നതും.
എന്നെ അറസ്റ്റൊന്നും നടക്കാൻ പോകുന്നില്ല, അയാൾ ജയിലിലും കിടക്കാൻ പോകുന്നില്ല, അമ്മ നോക്കിക്കോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കൂ. അങ്ങനെ ആര്യ പറയുമ്പോ ചന്ദ്രയ്ക്ക് വീണ്ടും ടെൻഷൻ ആവുകയാണ്. മുകുന്ദനെ ഇന്ന് അറസ്റ്റ് ചെയ്യില്ലേ, അവനെ അറസ്റ്റ് ചെയ്യാതിരുന്നാൽ ഞാനാണ് പ്രശ്നത്തിലാവുന്നതെന്ന് ചന്ദ്ര അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം അർച്ചനയെ ദീപ്തി ഫോണിൽ വിളിക്കുന്നുണ്ട്. അർച്ചന അങ്ങനെ റൂമിൽ ഇരിക്കുമ്പോഴാണ് ദീപ്തി വിളിക്കുന്നത്. കൂടെ തന്നെ ചിന്നുവുമുണ്ട്. അർച്ചനയും ദീപ്തിയും മുകുന്ദന്റെ കേസിനെ കുറിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീപ്തി അപ്പൊ പറയുന്നുണ്ട്, ഇനിയിപ്പോ ഇത്രയും സമയമായതുകൊണ്ട് കോടതിയിൽ ഹാജരാക്കാൻ കഴിയില്ല, നമുക്ക് പ്ലാൻ ബി തന്നെ വർക്കൗട്ട് ചെയ്യേണ്ടി വരും. നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പണിയും ഞാൻ തീർത്തു വെച്ചിട്ടുണ്ട്, നീ എടുത്തു ചാടി ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട, അടുത്ത കാര്യങ്ങളെല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. എനിക്ക് ഒരു സംശയം, ആ വിജയ് ശങ്കർ കോടതിക്ക് മുന്നിൽ എന്ത് സീൽഡ് ഡോക്യുമെന്റ് ആണ് ഹാജരാക്കിയത് എന്നറിയാത്തതാണ് എന്നങ്ങനെ ദീപ്തി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതെന്താണെന്ന് അയാൾ എനിക്ക് കാണിച്ചു തന്നിരുന്നു. മുകുന്ദന്റെ ഓഫീസിൽ നടന്ന 10 ലക്ഷം രൂപയുടെ തിരിമറിയാണ്. മുകുന്ദൻ തട്ടിപ്പുകാരനാണെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക, അതാണ് അയാളുടെ ലക്ഷ്യം. അയാൾക്ക് അതെങ്ങനെ കിട്ടിയെന്ന് ഇപ്പോഴും അറിയില്ല. എങ്ങനെയോ അയാൾക്ക് കിട്ടി. അമ്മയെ ഹർജി തടയാൻ അത് മതിയല്ലോ. എന്തായാലും ആ ലക്ഷ്യം അയാൾ നേടി. ഇപ്പൊ അതിനെല്ലാം നേരിടാൻ നമ്മളെ മറ്റെന്തെങ്കിലും വഴി നോക്കണം. നീ എന്തായാലും അവിടെ തന്നെ ഉണ്ടാവണം, ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ കോള് കട്ട് ചെയ്യാണ്. ചിന്നു ആണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അർച്ചനയോട് പറയുന്നുണ്ട്, മുകുന്ദമാമനെ രക്ഷിക്കാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ, ഇതെല്ലാം എന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച കഷ്ടപ്പാടാണല്ലേ. മുകുന്ദമാമന്റെ അറസ്റ്റ് ഒഴിവാക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ അമ്മേ, നമുക്ക് ജെ.കെ. അങ്കിളിന്റെ സഹായം തേടിയാലോ? ഈ അറസ്റ്റ് ഒഴിവാക്കാൻ ജെ.കെ. അങ്കിളിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അമ്മ അങ്കിളിനെ വിളിച്ചൊന്ന് സഹായം ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്കിൾ നമ്മളെ സഹായിക്കും. അങ്ങനെ ചിന്നു പറയുമ്പോൾ അർച്ചനയ്ക്ക് അതൊട്ടും ഉൾക്കൊള്ളാനായി കഴിയുന്നില്ല. അർച്ചന എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, ഇപ്പൊ നിന്റെ മുകുന്ദമാമന് വേണ്ടത് നിയമസഹായമാണ് മോളെ. ഉന്നതരെ വിളിച്ചുകൊണ്ട് നമുക്ക് ഈ അറസ്റ്റ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നിന്റെ മുകുന്ദമാമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒരാളുടെയും ശുപാർശ ആവശ്യമില്ല. മുകുന്ദന്റെ അറസ്റ്റ് നിയമപരമായ നടപടിയാണ്, അതിനെ നമ്മൾ നിയമപരമായിട്ട് തന്നെ നേരിടണം. നിയമം എന്തായാലും നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് അർച്ചന അങ്ങനെ ചിന്നുവിനോട് പറയുകയാണ്. പിന്നീട് അച്ചുവിന്റെ ഫോണിലേക്ക് ACP വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നെല്ലിമറ്റം ഫിനാൻസ് കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഇനിയും ഡിലേ വരരുത്, ഇനി ഇതിലൊന്നും ആലോചിക്കാനില്ല. പ്രതിയെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ വീണ്ടും ആ FIR റീഫൈൻഡ് ചെയ്തിരിക്കുകയാണല്ലേ, ഞാൻ അറിഞ്ഞു. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യേ. നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്, FIRലെ എവിഡൻസ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാം നടക്കട്ടെ. ഫിനാൻസ് ഓഫീസിൽ നിന്നും നല്ല പ്രഷറുണ്ട്. വാദിഭാഗം വിജയ് ശങ്കർ ആണ് ഇതിന് പിന്നിലെന്ന് എനിക്കറിയാം. ഇയും വെച്ച് താമസിപ്പിക്കേണ്ട, വിത്തിൻ 1 അവറിനുള്ളിൽ അറസ്റ്റ് നടക്കട്ടെ എന്ന് ACP അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. അച്ചു വേഗം തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനായി പോവാനായി നിൽക്കുകയാണ്. അപ്പോഴാണ് അച്ചുവിന്റെ ഫോണിലേക്ക് വീണ്ടും രുക്കു വിളിക്കുന്നത്. രുക്കു എന്നിട്ട് അച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, അച്ചു എന്തായി നിന്റെ തീരുമാനം? മുകുന്ദന്റെ കാര്യത്തിൽ നീ എന്താണ് തീരുമാനിച്ചത്? എനിക്ക് നല്ല ടെൻഷനുണ്ട്, നീ ഈ കാര്യത്തിൽ മടിച്ചു നിന്നിട്ട് നിന്റെ ജോലിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് രുക്കു പറയുമ്പോ അച്ചു പറയുന്നുണ്ട്, നീ എന്റെ കാര്യം നോക്കണ്ട, എന്റെ ജോലിയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അറസ്റ്റിന്റെ കാര്യത്തിൽ തീരുമാനമായി. വിത്തിൻ 1 അവറിനുള്ളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യും. എന്തായാലും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ACP ഓർഡർ ഇട്ട് കഴിഞ്ഞു. പോലീസ് എന്തായാലും പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അച്ചു അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. രുക്കുവിനാണെങ്കിൽ ഇത് കേട്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. രുക്കു അപ്പൊ തന്നെ ഫോണിൽ ചന്ദ്രയെ വിളിച്ച് ആ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇത് കേട്ട് ചന്ദ്രയ്ക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അപ്പൊ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ചേട്ടനെ അനിയൻ അറസ്റ്റ് ചെയ്തിട്ട് പോവുമല്ലേ. ഇതോടെ എന്തായാലും അർച്ചന തളരും. മുകുന്ദനെ അച്ചു അറസ്റ്റ് ചെയ്തിട്ട് പോയ ആ നിമിഷം തന്നെ നീ എന്നെ വിളിച്ചത് അറിയിക്കണം. മുകുന്ദനെ അച്ചു അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന വീഡിയോ എടുക്കണം നീ, നമുക്കത് സോഷ്യൽ മീഡിയയിൽ ഇടാലോ. അപ്പൊ എന്തായാലും അറസ്റ്റ് കഴിഞ്ഞിട്ട് നീ വിളിക്കുക എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് വിജയ് ശങ്കർ അങ്ങോട്ടേക്ക് വരികയാണ്. ചന്ദ്രൻ എന്നിട്ട് വിജയ് ശങ്കറിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഇതിനെല്ലാം ACPയുടെ പ്രഷറാണ് കാരണം. ഞാൻ വിളിച്ച് അവരോട് മുറവിളി കൂട്ടിയിട്ടാണ് അവരിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് എന്ന് പറയുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അപ്പോ ഇതിന് പിന്നിൽ ACP ആണോ, അല്ലാതെ വിജയേട്ടൻ ഇതിനു വേണ്ടി ഒന്നും ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പ്രഷർ ചെലുത്തിയിട്ട് തന്നെയാണ് ACP മാഡം ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്നങ്ങനെ വിജയ് ശങ്കർ പറയുമ്പോൾ ചന്ദ്ര വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഒരു കോള് പോലും ACPയെ വിളിക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ, എനിക്കെന്തായാലും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് ചന്ദ്ര അങ്ങനെ പറയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, നീ വിശ്വസിക്കാത്തത് എന്റെ കുഴപ്പമല്ല, എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വിജയ് ശങ്കർ അങ്ങനെ അവിടെ നിന്നും പോവുകയാണ്. മുകുന്ദനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ നടക്കുകയാണ്. രമ്യാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് രുക്കുവും മഞ്ജുവും കൂടി വരുന്നത്. മഞ്ജു ആണെങ്കിൽ അവരെ വീണ്ടും ടെൻഷൻ ആക്കുന്നുണ്ട്. മുകുന്ദ, നിന്നെ അറസ്റ്റ് ചെയ്യാൻ അച്ചു പോലീസുകാരുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
എന്നങ്ങനെ മഞ്ജു പറയുമ്പോൾ രമ്യ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് രുക്കുവിനോട് രുക്കു നിന്നെ അച്ചു വിളിച്ചിരുന്നു എന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അച്ചുവിനെ കുറെ വിളിച്ചു, അവൻ എൻ്റെ കോൾ എടുക്കുന്നേയില്ല. അതിനുശേഷം ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു, അപ്പോഴാണ് ഈ വാർത്ത അറിഞ്ഞതെന്ന് രുക്കു അങ്ങനെ പറയാണ്. ഇതെല്ലാം കേട്ട് മുകുന്ദൻ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ അച്ചു വരട്ടെ, എന്നെ അറസ്റ്റ് ചെയ്ത് അവൻ അവന്റെ ജോലി നടപ്പാക്കട്ടെ, കാരണം അവന്റെ ജോലിക്ക് ഒരു കുറവും വരരുത് എന്നങ്ങനെ മുകുന്ദൻ പറയുമ്പോൾ ഇത് കേട്ട് രുക്കുവിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.